ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അച്ചുവിന്റെയും രുക്കുവിന്റെയും പിണക്കെല്ലാം മാറിയതിൽ എല്ലാവർക്കും ഒരുപോലെ സന്തോഷമുണ്ട്. അനന്തൻ ചോദിക്കുന്നുണ്ട്, ഇവരുടെ പിണക്കം മാറിയത് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, അതേ വേണം, നമുക്കൊരു പാർട്ടി നടത്തിയാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മഞ്ജു വരുന്നുണ്ട്. മഞ്ജു പറയുന്നുണ്ട്, ഞാനും അനന്തേട്ടനും എത്രയോ വട്ടം പിണങ്ങിയിരിക്കുന്നു, ഞങ്ങളുള്ളപ്പോ ഒന്നും ഇങ്ങനെ പാർട്ടി നടത്തിയിട്ടില്ലല്ലോ എന്ന് പറയാണ്. അച്ഛനപ്പ പറയുന്നുണ്ട്, ആരും പിണങ്ങരുത് ൊന്നും ഞാൻ പറയുന്നില്ല, പിണങ്ങണം, പിണങ്ങിയാലല്ലേ ഇണങ്ങാൻ അവസരമുണ്ടാവൂ. അപ്പോഴാണ് എത്രത്തോളം സ്നേഹമുണ്ടെന്നും എത്രത്തോളം ആ സ്നേഹത്തിന്റെ ആഴമുണ്ടെന്നും നമുക്ക് മനസ്സിലാവൂ. ഇനിയിപ്പോ രുക്കുവടയ്ക്ക് വന്നെന്ന് കരുതി അച്ചു ജയിച്ചെന്ന് വിചാരിക്കുന്നു വേണ്ട. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വാദം ഒരാൾ ജയിക്കുമ്പോൾ തീരില്ല. ആര് തോറ്റാലും അവിടെ സ്നേഹമേ ജയിക്കൂ. വീട് വലുതാവുന്നത് മതിലുകൾ കൊണ്ടല്ല, മനസ്സുകൊണ്ടാണ്. കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് വലിയ സന്തോഷങ്ങളിലേക്ക് പോകുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ കണ്ടല്ല, മറ്റുള്ളവർ നിങ്ങളെ കണ്ട് ജീവിക്കണം എന്നൊക്കെ അർച്ചന പറയുമ്പോ ഇതൊന്നും ഒട്ടും ഇഷ്ടാവാതെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് രുക്കു. അച്ചുവിനാണെങ്കിൽ ഇപ്പോഴും രുക്കുവിനോടുള്ള ദേഷ്യവും മാറിയിട്ടില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് എല്ലാവർക്കും ലഡ്ഡുമായി ചിന്നി വരുന്നത്. എല്ലാവരും ലഡ്ഡു എടുക്കുന്നുണ്ടെങ്കിലും അച്ചുവും രുക്കും ലഡ്ഡു എടുക്കാതെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് എല്ലാവരും പറയുന്നുണ്ട്, അച്ചു നീയൊരു ലഡ്ഡു എടുത്ത് രുക്കുവിനും, രുക്കു ഒരു ലഡ്ഡു എടുത്ത് അച്ചുവിനും കൊടുക്കെന്ന് പറയുമ്പോ മനസ്സില്ലാ മനസ്സോടെ രണ്ടുപേരും ഇഷ്ടത്തോടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ലഡ്ഡു കൈമാറുന്നുണ്ട്. വീണ്ടും അർച്ചന പറയുന്നുണ്ട്, പഴയതെല്ലാം നിങ്ങൾ മറക്കണം, ഈ മധുരം കഴിച്ച് നിങ്ങൾ ഇനി പുതിയൊരു ജീവിതം ആരംഭിക്കണമെന്ന് പറയുമ്പോൾ രുക്കു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈ മധുരം പലർക്കും നാളെ കയ്പായി മാറും, അതിനുവേണ്ടിയാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത് എന്നൊക്കെ അങ്ങനെ ചിന്തിക്കുകയാണ്. ചിന്നു അപ്പൊ എല്ലാവരോടും പറയുന്നുണ്ട്, എല്ലാവരും ഒന്ന് ചിരിച്ച് നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി നിന്ന് ഒരു സെൽഫി എടുക്കുകയാണ്. അതിനുശേഷം വിജയ് ശങ്കർ കോടതിയിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ചിന്നുവിന്റെ കോൾ വരുന്നത്. എന്താണ് മോളെ കാര്യമെന്ന് വിജയ് ശങ്കർ ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, താങ്ക്സ് അച്ഛ, അച്ഛൻ ഇടപെട്ടതുകൊണ്ട് ഇവിടെ എല്ലാവരും സന്തോഷത്തിലാണ്. കുഞ്ഞമ്മാവനും രുക്കുവാന്റിയും ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ്, എല്ലാത്തിനും നന്ദിയുണ്ട് അച്ഛ എന്ന് ചിന്നു പറയുമ്പോ വിജയ് ശങ്കർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഞാൻ കാത്തിരുന്ന മറുപടിയാണിത്, കാര്യങ്ങളെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെയാണ് വരുന്നതെന്ന് ചിന്തിക്കുകയാണ്. എന്നിട്ട് ചിന്നുവിനോട് പറയുന്നുണ്ട്, മോൾക്കും മോളുടെ വീട്ടുകാർക്കും ഞാൻ സന്തോഷം നൽകി, അതേ സന്തോഷം മോളിൽ നിന്ന് അച്ഛനും പ്രതീക്ഷിക്കാവോ എന്ന് ചോദിക്കുമ്പോ ചിന്നു പറയുന്നുണ്ട്, തീർച്ചയായും അച്ഛനെ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അച്ഛന് വേണ്ടി ഞാനും ചെയ്തു തരണ്ടേ, അതെന്റെ കടമയല്ലേ, അതെന്തായാലും ഉണ്ടാവുമെന്ന് പറയുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട്, താങ്ക്സ് മോളെ, അച്ഛന് ഈ ഒരു ഉറപ്പ് കിട്ടിയാ മതി എന്ന് പറഞ്ഞ് വിജയ് ശങ്കർ ഫോൺ കട്ട് ചെയ്യാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് ചന്ദ്ര. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്, ചന്ദ്രയെ ചിന്നു ആണ് വിളിച്ചത്, അവൾ എന്നെ താങ്ക്സ് പറയാൻ വിളിച്ചതാണ്, അവൾക്ക് ഞാൻ കൊടുത്ത സന്തോഷം തിരിച്ച് എനിക്കും തരുമെന്ന് അവൾ എനിക്ക് വാക്ക് നൽകിയിട്ടുണ്ട്, അവൾ എന്നെ വിശ്വസിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ ചന്ദ്ര ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾക്കും നിങ്ങളുടെ മോൾക്കും എല്ലാവർക്കും സന്തോഷമുണ്ട്, പക്ഷെ എനിക്ക് മാത്രം സന്തോഷമില്ല, ഇതിനെല്ലാം ബലിയാടായത് ഞാനാണ്. അർച്ചനയുടെ മുന്നിൽ എന്റെ മാനവും അഭിമാനവും എല്ലാം പോയി. രുക്കുവിനെയും കൊണ്ട് ഞാൻ അമ്പാട്ടിലേക്ക് പോയപ്പോൾ ഓരോ നിമിഷവും ഞാൻ ഉരുകുകയായിരുന്നു, ഇതിലും വലിയൊരു നാണക്കേട് എനിക്കിനി വരാനില്ല, ഇതിനെന്തായാലും അർച്ചനയോട് പകരം ചോദിക്കാതെ എനിക്കിനി സമാധാനം ഉണ്ടാവില്ല എന്നൊക്കെ ചന്ദ്ര പറയുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട്, എനിക്ക് അർച്ചനയോട് പ്രതികാരം ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുന്നത്, അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ചിന്നുവിന്റെ ഈ താങ്ക്സ് കോൾ, ഇപ്പൊ നീ അത്രമാത്രം അറിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് വിജയ് ശങ്കർ കോടതിയിലേക്ക് പോവുകയാണ്. ചന്ദ്രയാണെങ്കിൽ അർച്ചനയുടെ മുന്നിൽ നാണം കെട്ടതും ആലോചിച്ച് അങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അതിനുശേഷം അർച്ചന കോടതിയിൽ എത്തുന്നുണ്ട്. രുക്കും അച്ചുവും തമ്മിലുള്ള പിണക്കങ്ങളെല്ലാം മാറിയത് ദീപ്തിയോട് അർച്ചന പറയാണ്, വിജയ് ശങ്കർ കേസ് കൊടുക്കുമോ എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു, പക്ഷെ എന്തായാലും അതൊന്നും ഉണ്ടായില്ല, രുക്ക് തന്നെ തിരിച്ചു വന്നു എന്നൊക്കെ ദീപ്തിയോട് അർച്ചന പറയാണ്. ദീപ്തി അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടായിരിക്കും വിജയ് ശങ്കർ കേസ് കൊടുക്കാതിരുന്നത്, ചിലപ്പോൾ അർച്ചന അസോസിയേറ്റ്സിന്റെ കൂടെ ഏറ്റുമുട്ടിയാൽ തോറ്റുപോകുമെന്ന് കരുതിയിട്ടുണ്ടാവും, അതായിരിക്കുമെന്നൊക്കെ ദീപ്തി പറയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വസു വരുന്നത്. വസു എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട്, മേഡം ഒരു പുതിയ കേസ് വന്നിട്ടുണ്ട്, പക്ഷേ ഒരു കുഴപ്പം പിടിച്ച കേസാണെന്ന് വസു പറയുമ്പോ അർച്ചന ചോദിക്കുന്നുണ്ട്, കക്ഷികൾ വന്നിട്ടുണ്ടോ എന്ന്. വസു അപ്പൊ പറയുന്നുണ്ട്, ആ വന്നിട്ടുണ്ട്, ഒരു അച്ഛനും മോളുമാണ് എന്ന് വസു പറയുമ്പോ അർച്ചന ശരി, നീ എന്തായാലും അവരെ വിളിക്കെന്ന് പറയാണ്. അങ്ങനെ ആ അച്ഛനും മോളോടും അർച്ചന ഇരിക്കാൻ പറയുന്നുണ്ട്. അവരോട് എന്നിട്ട് കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോ കുറച്ച് വെള്ളം മാത്രം മതിയെന്ന് അച്ഛൻ പറയുന്നുണ്ട്. വസു എന്നിട്ട് വേഗം തന്നെ വെള്ളം എടുത്തു കൊടുക്കുന്നുണ്ട്. അർച്ചന എന്നിട്ട് എന്താണ് കേസ് എന്ന് ചോദിക്കുകയാണ്. ആ അച്ഛൻ അപ്പോ വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് അർച്ചനയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കണം, അല്ലെങ്കിൽ ഞാനും എന്റെ മോളും മരിക്കേണ്ടി വരും, ഇപ്പോൾ ഒരു ചതിയിൽപ്പെട്ടു, അതിന്റെ പേരിൽ ഒരുത്തൻ ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പോലീസിൽ പരാതി കൊടുത്തു, പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഞങ്ങളെ കോടതിയെ സമീപിക്കാന്ന് വിചാരിച്ചത്, ഇതിന് പറ്റിയ സ്ഥലം ഇവിടെയാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ആ അച്ഛൻ പറയുമ്പോ അർച്ചന ചോദിക്കുന്നുണ്ട്, ശരി എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്താണ് മോൾക്ക്
സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ അച്ഛന് പറയാൻ നല്ല മടിയുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് അർച്ചനയും ദീപ്തിയും പറയുന്നുണ്ട്, ശരി അച്ഛൻ എന്തായാലും കുറച്ചു നേരത്തേക്ക് പുറത്തേക്ക് നിൽക്കെന്ന് പറയാണ്. പിന്നീട് ആ പെൺകുട്ടി തനിക്ക് സംഭവിച്ചതെല്ലാം അവരോട് തുറന്ന് പറയാണ്. ഞാൻ ബാംഗ്ലൂരിൽ MBAക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്റെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിന് ഞാൻ പോയി. എന്റെ കൂടെ വേറെയും 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഏതോ ഡ്രിങ്ക്സ് കഴിച്ച് ഞാൻ അബോധാവസ്ഥയിലായി സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന 2 പേർ എന്റെ ഫോട്ടോസ് എല്ലാം എടുത്തത്. ബോധം വന്ന ആ ഫോട്ടോസ് കണ്ട് ഞാൻ ആകെ ഞെട്ടിപ്പോയി. ഫോട്ടോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് എന്നെ അപകീർത്തിപ്പെടുത്തുമെന്നാണ് അവരെന്നോട് പറയുന്നത്. അവര് പറയുന്നത് അനുസരിക്കണമെന്നാണ് പറയുന്നത്. എന്നെയെങ്കിലും രക്ഷിക്കണം മേഡം എന്നൊക്കെ ആ പെൺകുട്ടി പറയാണ്. ഇതെല്ലാം കേട്ട് ദീപ്തി പറയുന്നുണ്ട്, ഇവനൊക്കെ അഴിയെണ്ണിക്കണം. ഒരു പെണ്ണ് അബോധാവസ്ഥയിലായാൽ ഇവനൊക്കെ എന്തും ചെയ്യാലോ എന്ന് പറയുമ്പോൾ അർച്ചന ആകെ ഷോക്കാവുന്നുണ്ട്. അർച്ചന അപ്പോൾ തനിക്ക് ആ കാട്ടിനുള്ളിൽ വെച്ചുണ്ടായ സംഭവം ഓർക്കുകയാണ്. താനും അബോധാവസ്ഥയിലായിരുന്നല്ലോ, തന്നെയും ആ രക്ഷകൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ? ആ രക്ഷകന്റെ കയ്യിലും അന്ന് ക്യാമറ ഉണ്ടായിരുന്നു. അയാളും തന്റെ ഫോട്ടോസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടാവുമോ എന്നൊക്കെ അർച്ചന ആലോചിച്ച് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോഴേക്കും ആ പെൺകുട്ടിയുടെ അച്ഛൻ അകത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആ അച്ഛനോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഈ കേസ് ഏറ്റെടുക്കുകയാണ്. നിങ്ങൾക്ക് എന്തായാലും നീതി കിട്ടും. നമുക്ക് അവന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാമെന്ന് ദീപ്തി പറഞ്ഞ് അർച്ചനയോട് ചോദിക്കുന്നുണ്ട്. അർച്ചന, എന്താണ് നിന്റെ അഭിപ്രായമെന്ന്. എന്നാൽ അർച്ചനയാണെങ്കിൽ അപ്പോഴും ആ കരിമലക്കൊടിയിലുണ്ടായ സംഭവങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. 2-3 പ്രാവശ്യം ദീപ്തി വിളിച്ചിട്ടാണ് അർച്ചന പെട്ടെന്ന് ആ ഷോക്കിൽ നിന്നും വരുന്നത്. അച്ഛൻ എന്നിട്ട് പറയുന്നുണ്ട്, ശരി നമുക്ക് ഈ കേസ് ഏറ്റെടുക്കാമെന്ന് പറയാണ്. ദീപ്തി അപ്പൊ പറയുന്നുണ്ട്, നിങ്ങൾ എന്തായാലും പുറത്ത് വെയിറ്റ് ചെയ്യ്, വസു ഇവരെ കൊണ്ടുപോയെന്ന് പറഞ്ഞ് അവരെല്ലാവരും പോയതിനു ശേഷം ദീപ്തി അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി അർച്ചന നിനക്ക്? കേസ് കിട്ടിയതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്, ഇതിപ്പോ നിനക്ക് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അതൊക്കെയുണ്ട്, ഞാൻ നിന്നോട് പിന്നീടെല്ലാം പറയാമെന്ന് അർച്ചന പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. പിന്നീട് അർച്ചനയും ദീപ്തിയും ഒരു കോഫി ഷോപ്പിൽ പോയി കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ദീപ്തി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തു പറ്റി? ഓഫീസിൽ നിന്ന് ഇറങ്ങിയതു മുതൽ നീ മൂഡ് ഓഫ് ആണല്ലോ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ പെൺകുട്ടിയുടെ കാര്യങ്ങൾ കേട്ടതു മുതൽ നീ മൂഡ് ഓഫ് ആണ്, ഇതാണോ നിന്റെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ആ പെൺകുട്ടിയെ കുറിച്ച് ആലോചിച്ചിട്ടല്ല, എനിക്ക് എന്റെ കാര്യം ആലോചിച്ചിട്ടാണ് ടെൻഷൻ. ഞാൻ പെട്ടെന്ന് എനിക്ക് സംഭവിച്ചതെല്ലാം ഓർത്തുപോയി. ഇന്ന് കരിമലക്കൊടയിൽ ഞാനും അബോധാവസ്ഥയിലായിരുന്നു. ആ സമയത്ത് അയാളുടെ കയ്യിൽ ഒരു ക്യാമറയും ഉണ്ടായിരുന്നു. അയാളൊരു ഫോട്ടോഗ്രാഫർ ആയിരിക്കാം, പക്ഷെ അയാൾ ആ ക്യാമറ കൊണ്ട് എന്തെല്ലാം ചെയ്തിട്ടുണ്ടാവും? അയാൾ എന്റെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടാവുമോ എന്ന് ഞാനിപ്പോൾ സംശയിക്കുന്നു. അയാൾ ഈ സിറ്റിയിൽ വന്നത് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ടായിരിക്കുമോ? എനിക്ക് ചില സംശയങ്ങളുണ്ട്, അതെല്ലാം മാറ്റണം. നമുക്ക് അയാളെ ഒന്ന് നേരിട്ട് കാണാൻ പോയാലോ? അയാൾ ചിലപ്പോൾ ഇപ്പോഴും ആ ഹോട്ടലിൽ തന്നെ ഉണ്ടാവുമെന്ന് അർച്ചന ദീപ്തിയോട് പറയാണ്. അങ്ങനെ അവര് 2 പേരും ആ രക്ഷകനെ കാണാനായി ഹോട്ടലിൽ എത്തുന്നുണ്ട്. അങ്ങനെ രക്ഷകനെ കുറിച്ച് അറിയാനായി അവിടുത്തെ CCTV പരിശോധിക്കണമെന്ന് അവര് പറയുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറയുന്നുണ്ട്, ഇവിടുത്തെ CCTV കുറച്ചു ദിവസമായി കംപ്ലൈന്റ് ആണ് മേഡം എന്ന് പറയാണ്. അങ്ങനെ അർച്ചന ഏകദേശം ഒരു ഊഹം വെച്ച് അയാളുടെ രൂപം എങ്ങനെയാണെന്ന് ആ സ്റ്റാഫിന് പറഞ്ഞു കൊടുക്കുകയാണ്. അർച്ചന പറഞ്ഞത് വെച്ച് അത് JK സാറാണെന്ന് ആ സ്റ്റാഫിന് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ JK സാർ ഒരിക്കലും താൻ ആരാണെന്നോ തന്റെ ഒരു ഡീറ്റെയിൽസും വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആ സ്റ്റാഫ് അർച്ചനയോട് ദീപ്തിയോടും പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഒരാളെ അറിയില്ല മേഡം. ഒരു ദിവസം ഇവിടെ എത്രയോ പേർ വന്നു പോകുന്നുണ്ട്, ഇവരെയൊന്നും നമുക്ക് ഓർത്തു വെക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയാണ്. ഇത് മാത്രമല്ല ഇവിടെ ഇപ്പോൾ മദ്യപാനികളോ സിഗരറ്റ് വലിക്കുന്നവരോ അങ്ങനെയൊന്നും താമസിക്കുന്നവരില്ല. ഇപ്പോ അങ്ങനെ ആരെങ്കിലും ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയാമെന്ന് ആ സ്റ്റാഫ് ദീപ്തിയോട് പറയാണ്. അങ്ങനെ ദീപ്തി അർച്ചനയോട് പറയുന്നുണ്ട്, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അർച്ചനയെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അവിടെയുള്ള ആ സ്റ്റാഫ് അപ്പൊ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവരെന്തിനാണ് JK സാറിനെ അന്വേഷിക്കുന്നത്? ചിലപ്പോൾ ഏതെങ്കിലും ഇനാഗ്രേഷന് പ്രസംഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമെന്നൊക്കെ അയാൾ അങ്ങനെ ചിന്തിക്കുകയാണ്. ദീപ്തി എന്നിട്ട് പുറത്തിറങ്ങിയതിനു ശേഷം അർച്ചനയോട് പറയുന്നുണ്ട്, അയാൾ എന്തായാലും ഇപ്പൊ ഇവിടെ താമസിക്കുന്നില്ല, ചിലപ്പോൾ അയാൾ ആരെയെങ്കിലും കാണാനായി ഇങ്ങോട്ടേക്ക് വന്നതായിരിക്കുമെന്ന് അർച്ചനയോട് പറയുന്നുണ്ടെങ്കിലും അർച്ചന ഇപ്പോഴും ആകെ ടെൻഷനിലാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.